ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ടൈറ്റാനിക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്താണ്? ഒരു ഐസ്ബർഗ്, ഒരു പടുകൂറ്റൻ കപ്പൽ, ഒരു കൂട്ടിയിടി, അല്ലെങ്കിൽ ജാക്കും റോസും? പക്ഷേ എനിക്ക് തോന്നുന്നത് ലോകം ടൈറ്റാനിക്കിന്റെ കഥ തെറ്റായ സ്ഥലത്ത് നിന്നാണ് തുടങ്ങുന്നത് എന്നാണ്. കാരണം ടൈറ്റാനിക്കിന്റെ ദുരന്തം തുടങ്ങുന്നത് 1912 ഏപ്രിൽ 15 അതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിന്റെ തുടക്കം കുറിച്ചിരുന്നു. മനസ്സിലായില്ല അല്ലേ? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. 1907 ഒരു ബിസിനസ് മീറ്റിംഗ്, ഒരാശയം, ഒരു സ്വപ്നം. ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാ കപ്പൽ നിർമ്മിക്കണം. അതാണ് ടൈറ്റാനിക്കിന്റെ ജനനം. അന്നത്തെ ലോകം ഒരു പുതിയ വിശ്വാസത്തിലായിരുന്നു. ടെക്നോളജി, സ്റ്റീൽ, എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രി, മനുഷ്യനെല്ലാം സാധിക്കും എന്ന ആത്മവിശ്വാസം. ഈ ഭാഗം കേൾക്കുമ്പോഴാണ് എനിക്ക് ബൈബിളിലെ ഒരു ചെറിയ കഥ ഓർമ്മ വരുന്നത്. ടവർ ഓഫ് ബാബൽ. ആകാശത്തെ തൊടുന്ന ഒരു ഗോപുരം പണിയാൻ മനുഷ്യൻ തീരുമാനിച്ച കഥ. ഈ കഥയുടെ കേന്ദ്രത്തിൽ ഒരു കെട്ടിടമല്ല ഉണ്ടായിരുന്നത്, ഒരു ചിന്തയായിരുന്നു. നമുക്ക് കഴിയും, നമുക്കിനി പരിധികളില്ല എന്ന ചിന്ത. ചരിത്രത്തിൽ പലപ്പോഴും പ്രശ്നം ശക്തിയല്ല, അറിവല്ല, സമ്പത്തല്ല, അവയെല്ലാം ചേർന്ന് മനുഷ്യൻ സ്വയം അജയ്യനാണ് എന്ന് വിശ്വസിക്കുന്ന ആ നിമിഷമാണ്. കാരണം ആത്മവിശ്വാസത്തിനും അഹങ്കാരത്തിനും തമ്മിൽ ഒരു നേർത്ത വരം മാത്രമേ ഉള്ളൂ. ആത്മവിശ്വാസം പറയും, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കും. വീണ് കിടക്കുന്ന ഒരു മനുഷ്യൻ പറയും, വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ എനിക്ക് സാധിക്കും, എന്റെ പ്രതീക്ഷ ഞാൻ മുറുക്കെ പിടിക്കും. പക്ഷെ അഹങ്കാരം പറയും, പഴയ ഒരു പാട്ട് പോലെ, ഞാനാണ് ഇവിടെ അധികാരി, എല്ലാവർക്കും മേലാതി. 1907 ടൈറ്റാനിക്കിന്റെ കഥ തുടങ്ങുമ്പോൾ ലോകം ഒരുപക്ഷെ ആ ഒരു നേർത്ത വരയുടെ അരികിൽ നിൽക്കുകയായിരുന്നു. സ്റ്റീൽ, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മനുഷ്യന്റെ ബുദ്ധി എല്ലാം ചേർന്ന് ഒരു മഹാസൃഷ്ടി ഉണ്ടാകും. 882 അടി നീളം, 46,000 ടൺ ഭാരം. അക്കാലത്തെ ഏറ്റവും വലിയ യാത്രാ കപ്പൽ, ഒരു ഫ്ലോട്ടിംഗ് സിറ്റി. 3 വർഷത്തിലേറെ നിർമ്മാണം, ആയിരക്കണക്കിന് തൊഴിലാളികൾ, ലക്ഷക്കണക്കിന് റിവറ്റ്സ്, ടൺ കണക്കിന് സ്റ്റീൽ. അങ്ങനെ ടൈറ്റാനിക് രൂപം കൊണ്ടു. അത്ര മഹത്തരമായ സൃഷ്ടി പ്രകൃതിയെ പോലും വെല്ലുവിളിക്കാൻ കഴിയുമെന്ന് പലരും വിശ്വസിച്ചു. 1912 ഏപ്രിൽ 10 സൗത്താംപ്ടണിൽ നിന്ന് ടൈറ്റാനിക് ആദ്യ യാത്ര തുടങ്ങി. ലക്ഷ്യം ന്യൂയോർക്ക്. കപ്പലിൽ 2000-ലധികം ആളുകൾ, സമ്പന്നർ, കുടിയേറ്റക്കാർ, കുട്ടികൾ, ജോലിക്കാർ, സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, ഭാവിയിലേക്കുള്ള യാത്ര. ഇവിടെയാണ് ഒരു മിത്ത് ജനിക്കുന്നത്. ഈ കപ്പൽ ഒരിക്കലും മുങ്ങില്ല. യഥാർത്ഥത്തിൽ വൈറ്റ് സ്റ്റാർ ലൈൻ അങ്ങനെ ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലും ലോകം അത് വിശ്വസിച്ചു. കാരണം ടൈറ്റാനിക് വെറും ഒരു കപ്പലല്ലായിരുന്നു, മനുഷ്യന്റെ കഴിവിന്റെ ഒരു പ്രഖ്യാപനമായിരുന്നു. 1912 ഏപ്രിൽ 14 രാത്രി. കടൽ അസാധാരണമായി ശാന്തം, കാറ്റ് കുറവ്, തിരകൾ കുറവ്, ആകാശം തെളിഞ്ഞു. എല്ലാം സുരക്ഷിതമായി തോന്നുന്ന ആ ഒരു രാത്രി. ചിലപ്പോൾ ജീവിതത്തിലെ ഏറ്റവും അപകടകരമായ രാത്രികൾ അങ്ങനെയായിരിക്കാം അല്ലേ? രാത്രി 11:40. ലുക്കൌട്ടിൽ എന്തോ ഒന്ന് കണ്ടു. ഒരു ഇരുണ്ട ഭീമൻ ഐസ്ബർഗ്. അടുത്ത നിമിഷം ചരിത്രം മാറി. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ലോകം മുഴുവൻ ഐസ്ബർഗിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാൽ ടൈറ്റാനിക്കിനെ കൊന്നത് ഐസ്ബർഗ് ആയിരുന്നില്ല. ഐസ്ബർഗ് അവസാനത്തെ ഒരു വാചകം മാത്രമായിരുന്നു. ഒരു പുസ്തകത്തിന്റെ അവസാന പേജ് നായകനെയോ നായികയോ കൊല്ലുന്നില്ല, അതിനു മുൻപുള്ള എല്ലാ പേജുകളും ചേർന്നാണ് അത് സംഭവിക്കുന്നത്. ടൈറ്റാനിക്കിനും അത് തന്നെയാണ് സംഭവിച്ചത്. ലോകം ചോദിക്കും, അപ്പോൾ ഐസ്ബർഗ് കാരണമല്ലേ? തീർച്ചയായും ഐസ്ബർഗ് ഒരു കാരണം തന്നെയാണ്. പക്ഷേ ഐസ്ബർഗ് കടലിൽ വർഷങ്ങളായി ഉണ്ടായിരുന്നു. അതായത് അതൊരു പുതിയ കാര്യമല്ല. ഇവിടെ പുതിയതായിട്ടുള്ളത് മനുഷ്യന്റെ ഒരു ചിന്തയായിരുന്നു. നമുക്ക് എല്ലാം നിയന്ത്രിക്കാം, എന്നെ കൊണ്ട് എല്ലാം സാധിക്കും, നമുക്ക് പ്രകൃതിയെ തോൽപ്പിക്കാം, നമുക്ക് ദൈവത്തെ തോൽപ്പിക്കാം, നമുക്ക് മതിയായ ശക്തിയുണ്ട്. ഒരു പക്ഷേ ടവർ ഓഫ് ബാബേലിന്റെ കഥയും ഇത് തന്നെയാകാം പറയുന്നത്. ഗോപുരം ആകാശത്തെ തൊട്ടോ ഇല്ലയോ എന്നതല്ല പ്രധാനമായത്. മനുഷ്യൻ സ്വന്തം പരിധികൾ മറന്ന ആ ഒരു നിമിഷമാണ്. അവന്റെ അഹങ്കാരത്തിന്റെ കഥയാണ്
ടവർ ഓഫ് ബാബൽ. 1912 ഏപ്രിൽ 15 രാവിലെ 2:20 ടൈറ്റാനിക് അറ്റ്ലാന്റിക് സമുദ്രത്തിന് അടിയിലേക്ക് മറഞ്ഞു. 2 മണിക്കൂർ 40 മിനിറ്റ്. അത്രേ വേണ്ടി വന്നു ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിന്. 1500-ലധികം ആളുകൾക്ക് അന്ന് ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷേ ടൈറ്റാനിക്കിന്റെ ഏറ്റവും വലിയ കഥ മരിച്ചവരുടെ എണ്ണമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ കഥയുമല്ല, ഒരു മനുഷ്യ മനസ്സിന്റെ കഥയാണ്. കാരണം ഇന്നും നമ്മൾ ടൈറ്റാനിക് പോലെയാണ്. ടെക്നോളജി മാറിക്കാണും, കപ്പലുകൾ മാറി, ലോകം മാറി, പക്ഷേ മനുഷ്യന്റെ മനസ്സ് അതത്ര മാറിയിട്ടില്ല. എന്താ ശരിയല്ലേ? ഓരോ തലമുറയും ഓരോ ടൈറ്റാനിക് പണിയും. ഒരിക്കൽ അതൊരു കപ്പലായിരുന്നു, ഇന്ന് അതൊരു പക്ഷേ AI ആവാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നാളെ മറ്റെന്തെങ്കിലും ആകാം. പ്രശ്നം ഇന്നോവേഷൻ അല്ല, പ്രശ്നം ആരോഗൻസ് ആണ്, പ്രശ്നം അഹങ്കാരമാണ്, അത്യാഗ്രഹമാണ്. അതുകൊണ്ടാണ് ടൈറ്റാനിക്കിന്റെ കഥ ഇന്നും ജീവിക്കുന്നത്. അതൊരു ഐസ്ബർഗിന്റെ കഥയല്ല, ഒരു കപ്പലിന്റെ കഥയല്ല, ഒരു സിനിമയുടെ കഥയല്ല. അതൊരു മനുഷ്യൻ തന്റെ കഴിവുകളിൽ അമിതമായി വിശ്വസിക്കുന്ന നിമിഷവും ആ വിശ്വാസം അഹങ്കാരമായി മാറുന്നതിന്റെയും കഥയാണ്. 110 വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ ടൈറ്റാനിക്കിനെ കുറിച്ച് ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നതിന്റെ കാരണം, ടൈറ്റാനിക്കിനെ നോക്കുമ്പോൾ നമ്മൾ ഒരു കപ്പൽ കാണുന്നില്ല, നമ്മൾ കാണുന്നത് നമ്മളെ തന്നെയാണ്. ഒരുപക്ഷെ അതുകൊണ്ടാവാം ഈ കഥ ഒരിക്കലും പഴയതാവാത്തത്. കാരണം കടലിൽ മുങ്ങിയത് ടൈറ്റാനിക് ആയിരുന്നു, പക്ഷേ അതിന്റെ പ്രതിബിംബം ഇന്നും മനുഷ്യന്റെ ചരിത്രത്തിൽ പൊങ്ങിക്കിടക്കുകയാണ്. ഒരു ഗോപുരം, ഒരു കപ്പൽ, കാലം മാറി, രൂപം മാറി, പക്ഷെ മനുഷ്യന്റെ കഥ മാത്രം മാറിയിട്ടില്ല. എന്താ ശരിയല്ലേ? അപ്പോ വീണ്ടും കാണുന്നത് വരെ വണക്കം.